ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ആ സഹോദരന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കണം. കാരണം നമ്മുടെ സഹോദരനാണ്. ആ സഹോദരൻ ഒരു വിപത്തിൽപ്പെട്ടാൽ, ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ ഏത് രൂപത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ നമ്മൾ സഹായിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി ലാ യസ്ലിമുഹു വലാ യുസല്ലിമുഹു. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവൻ ആക്രമിക്കുകയോ അവൻ ആക്രമിക്ക് വിട്ടുകൊടുക്കുകയോ ഇല്ല. ഒരു മുസ്ലിമിനെ നമ്മൾ ആക്രമിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് അവനെ ആക്രമിക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, ഒരു സഹോദരൻ എന്ന് പറഞ്ഞാല് നമ്മളെ സഹോദരൻ തന്നെയാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. മൻ കാന ഫീ ഹാജതി അഖീ കാന അല്ലാഹു ഫീ ഹാജതിഹി. നമ്മുടെ ഒരു സഹോദരന്റെ പ്രയാസം നമ്മൾ തീർത്തു കൊടുത്താൽ, നമ്മുടെ സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നീക്കി കൊടുത്താൽ, ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒന്ന് നീക്കി കൊടുത്താൽ, അവനിക്ക് പെട്ടതായ പ്രയാസങ്ങൾ നീക്കി കൊടുത്താൽ, കാനല്ലാഹു ഫീ ഹാജതിഹി. അല്ലാഹു അവന്റെ ഹാജത്തുകൾ, അവന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുന്നതാണ്. അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരൻ ഒരു ന്യൂനത കണ്ടാൽ ആ ന്യൂനത നമ്മൾ പരസ്യമാക്കരുത്. ആ ന്യൂനത നമ്മൾ പരസ്യമാക്കാൻ പാടില്ല. വമൻ സത്തറ അലാ മുസ്ലിമിൻ സത്തറല്ലാഹു യൗമൽ ഖിയാമ. ഒരാളൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ ന്യൂനതയും അല്ലാഹു മറച്ചു വെക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ സഹോദരൻക്ക് ഒരു ന്യൂനത വന്നാൽ, ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് നാലാളോട് പറയാതെ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സിന്റെ കിടപ്പ്. അങ്ങനെയാണോ? ഒരു ബുദ്ധിമുട്ട് പോരാളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സഹോദരനായിരിക്കും. ആ സഹോദരന്റെ കയ്യിൽ നിന്ന് മോശമായ ഒരു കാര്യം കണ്ടാൽ അത് നാലാളോട് പറയാതെ, അവനെ ഒന്ന് വഷളത്തിലാക്കാതെ നമുക്ക് ഉറക്കം വരികയില്ല. എന്നാൽ ആ സഹോദരന്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നതാണ്.